ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏകദേശം 2 മാസത്തിന് പുറത്തായിട്ട് ഈ വീഡിയോ ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാനുള്ള മടി കാരണം ഞാനിങ്ങനെ മാറ്റി മാറ്റി ഇട്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കേട്ടോ. അത് പറയാൻ പറ്റത്തില്ല. അവിടെ പോയി ആ എക്സ്പീരിയൻസ് ചെയ്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. അവർക്ക് കുളിക്കാനും കളിക്കാനും നടക്കാനും ഓടാനും ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എന്തായാലും 2 മാസം കഴിഞ്ഞായാലും നമുക്ക് വോയിസ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ തോട് പോകുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പാർക്ക്. ഏറ്റവും കൂടെ അത് ഒരു യുണീക്ക് ആക്കുന്നത് ആ ഒരു തോട് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ വീഡിയോ ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. എൻ്റെ കസിൻ സിസ്റ്ററാണ് ഗ്ലോറിയുടെയും ഡാനിയുടെയും മോളാണ് എമി നടന്നു തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഔട്ടിംഗ് ആയിരുന്നു ഇത്. അപ്പം അവൾക്ക് നടക്കാനുള്ള നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് ഈ ഒരു പാർക്ക് സൂപ്പറായിരുന്നു കേട്ടോ. അവൾക്ക് കുറേ നടക്കാൻ പറ്റി. നല്ല പാർക്കാണ്. അതുകൊണ്ട് കൂടുതലും അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് വരുന്നവരാണ് കൂടുതൽ കുളിക്കുന്ന രീതിയിൽ. നമുക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ആ പാർക്കിൽ തന്നെയുണ്ട്. ചെറിയൊരു ക്യാൻറ്റീൻ അങ്ങനെയുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ എമ്മിക്കുഞ്ഞ് നടന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അവൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോസൊക്കെ ഞങ്ങളിങ്ങനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ തോടിൻ്റെ സൈഡിലൊക്കെ പോയി ഇങ്ങനെ കുറേ നേരം നിന്ന് കേട്ടോ. നല്ല തണുത്ത വെള്ളം, ചെറിയ മീൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഒത്തിരി. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അങ്ങ് പിടിക്കാനും വെറുതെ നമ്മൾ പിടിച്ച് കളിക്കാൻ വേണ്ടി ഞാനിങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊത്തിരി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലെങ്കിലും നല്ല ഫോട്ടോസ് എടുക്കാനായാലും ഇതുപോലെ കുറേ നേരം ഇരുന്ന് കാര്യം പറയാനായാലും നല്ല സ്ഥലങ്ങളുണ്ട്. നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഒത്തിരി എൻജോയ് ചെയ്യും. അത് ഭയങ്കര ഷുവറായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പ്രത്യേകിച്ച് ഇത്തിരി വെള്ളമുള്ളൂ, കൂടുതൽ വെള്ളമൊന്നുമില്ല. നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള വെള്ളമേ ഉള്ളതുകൊണ്ട് അവർക്ക് കുളിക്കാനും അങ്ങനെ ഈ ചൂട് സമയത്ത് നല്ല ശരീരം തണുപ്പിക്കാനൊക്കെ നല്ല പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ, പനിയൊന്നും വരാത്തവർക്കാണെങ്കിൽ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങളിങ്ങനെ മീൻപിടുത്തത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഗ്ലോറി എൻ്റെ കൂടെ ഇപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ട്. അതിൽ തന്നെ അങ്ങ് ഇട്ട് പോവുകയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളത് കൊണ്ടുവരാനൊന്നുമായിട്ടല്ല, ചുമ്മാ രസത്തിന് പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയ്ക്ക് അവിടുത്തെ കോളേജിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് വരുന്നത്. കൊട്ടാരക്കര കോളേജിൻ്റെ അടുത്തൊക്കെയാണ്. നമുക്കിത് പാർക്കിങ്ങിൻ്റെ സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. വലിയ വണ്ടികൾക്ക് വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. ശബരിമല സീസൺ ആയതുകൊണ്ട് അവരിവിടെ വന്ന് കുളിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാത്തിനും ചാർജ് ചെയ്യുന്നുണ്ട്. പാർക്കിങ്ങിനും ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി വരാൻ എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 30 or 40 റുപ്പിയാണ് വരുന്നത്. എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം നമുക്കിങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കയറി വരാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കാം കേട്ടോ. പിന്നെ ക്യാൻറ്റീനകത്ത് നമുക്ക് ഊണ് ഒന്നുമില്ല, ഫുഡ് അല്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഊണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ടീ, കോഫി, സ്നാക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഐസ്ക്രീം പോലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇങ്ങനെ കുറേ പേര് ഫാമിലി ആയിട്ടാണ് എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയത്. ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതൽ ഈ പാർക്കിൽ വരുന്നത്. അപ്പോൾ അവരുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അവരെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനും കുറേ നടക്കാനും. അപ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ടേ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും അറിയത്തില്ല. നമുക്ക് പ്രൈവസി ആയിട്ട് ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവർക്കും. പ്രത്യേകിച്ച് ആ ഒരു വൈബിൽ വരുന്നവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് പോകുമ്പം നമുക്ക് ഒത്തിരി ചൂടടിക്കാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കാണാം ഉച്ച കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് വലിയ ചൂടോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പ്രത്യേക ഒരു ഇതുപോലത്തെ സംവിധാനമുണ്ട്. അപ്പം ഞാൻ പോയ ദിവസം അന്ന് ഇത്രയും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം അങ്ങനെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഫോട്ടോയ്ക്ക് സൂപ്പറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ആ ഒരു ഗ്രീനിഷ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ സൂപ്പർ ബാക്ക്ഗ്രൗണ്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത എല്ലാ ഫോട്ടോസും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല വ്യൂ ആണ് കാണാനൊക്കെ. ഈ പാലമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യൂ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ക്യാമറ യൂസ് ചെയ്യുന്നതിനും പ്രത്യേകം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലവും കൂടാണ്. അതും സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളും വേറെ വേറെ വൈബാണ്.
കാണാനും എല്ലാം നല്ല രസങ്ങളാണ് കേട്ടോ ഉള്ള എല്ലാ സ്ഥലങ്ങളും. അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് കേട്ടോ. ഞങ്ങളൊരു വന്നിട്ട് ഒരു വൈകിട്ട് ക്ലോസിങ് ടൈം ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ തോന്നിയത് തന്നെ. ക്ലോസ് ആവുന്നു എന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അതുപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറേ ഞങ്ങളിങ്ങനെ നടന്ന് അവരെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഫോട്ടോസൊക്കെ ഞാൻ നേരത്തെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഫോട്ടോസാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. എൻ്റെ പിള്ളേരെയൊക്കെ കളിച്ച് ആർമാദിക്കുകയാണ് അവിടെയൊക്കെ. അവർക്ക് സേഫായിട്ടുള്ള ഒരു കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നീന്താനുള്ള എല്ലാ സ്പേസും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാണ് നമ്മളെപ്പോഴും ചായ കോഫി എല്ലാം നമ്മൾ കയ്യിൽ കരുതാതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി ഞങ്ങൾ പ്രത്യേക ഒരു കട അടച്ചു കിടക്കുന്ന ഒരു കടയുടെ അവിടെ പോയി നിന്നാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. നമ്മൾ അകത്ത് കൊണ്ടുപോയില്ലായിരുന്നു, പാർക്കിനകത്ത് ഇതൊന്നും കൊണ്ടുപോയില്ല. അലോ ചെയ്യുമോ എന്നറിയത്തില്ല, കാരണം അവിടെ പ്രത്യേകിച്ച് ക്യാൻറ്റീനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളതുകൊണ്ട് ഇത് പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വന്നപ്പോഴാണ് ചായയൊക്കെ കുടിച്ചത്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.